കൊച്ചിയിലെ കുൽഫി പ്രേമികൾക്കൊരു സന്തോഷ വാർത്ത. നല്ല ഉഗ്രൻ കുൽഫിയുമായിട്ട് എത്തിയിരിക്കുക ഒരു മുത്തശ്ശിയും കൊച്ചുമകളും. വൈകുന്നേരമായോടെ വൻ തിരക്കാണ് ഈ കുൽഫി കടയിൽ. മാംഗോ കുൽഫി, ബദാം കുൽഫി, പിസ്ത കുൽഫി, അങ്ങനെ നാവിൽ രുചിയൂറും കുൽഫി പ്രേമികളുടെ ശ്രദ്ധയ്ക്ക് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പുതിയ കുൽഫിയുടെ കഥയാണ്. തണുത്തുറഞ്ഞ കുൽഫിയല്ല, നല്ല ചൂട് കുൽഫിയുടെ കഥ. ചിക്കൻ്റെ ആകുമ്പോൾ 2 സ്പൂൺ ചിക്കനും അതിലൊരു എഗ്ഗും. ഇതിൽ മെയിൻ എഗ്ഗാണ്. എന്ത് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ എഗ്ഗ് വേണം. എഗ്ഗ് ഇല്ലെങ്കിൽ അത് വരില്ല. പിന്നെ അതുപോലെ സാൾട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. സാൾട്ട് പിന്നീട് മിക്സ് ചെയ്യാനേ പാടില്ല. ഒരു 5 മിനിറ്റ് മതി. നമുക്ക് ആദ്യം ഇതൊന്ന് കോയിൽ ഓണാക്കുമ്പോൾ ഒന്ന് ചൂടാവണം. ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് മതി ഉണ്ടാവും. എഗ്ഗ് ആകുമ്പോൾ ഒരു ഇത്തിരി സ്ലോ ആയിട്ടാണ് വരിക. ചിക്കൻ വേഗം വരും. അമ്മൂമ്മയുടെ ഐഡിയ ആണ്. ഒരു ദിവസം അമ്മൂമ്മ ഇങ്ങനെ ഫേസ്ബുക്കൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് കണ്ടതാ. അപ്പം അമ്മൂമ്മ വിചാരിച്ച് എന്തുകൊണ്ട് നമുക്ക് ട്രൈ ചെയ്തുകൂടാ, കാരണം എല്ലായിടത്തും ബജ്ജിയും സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ഇത് തുടങ്ങാൻ തീരുമാനിച്ചത്. കോയമ്പത്തൂർ പോയി ഇതിനെക്കുറിച്ച് പഠിച്ചു, ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചു, മെഷീനൊക്കെ എവിടെ നിന്നാണ് മേടിച്ചതെന്ന് നോക്കി അവരുടെ അടുത്തുനിന്ന് പഠിച്ച് അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് തുടങ്ങിയതാണ്. This is the first time I am having it like this. നമ്മൾ ഐസ്ക്രീം കുൽഫി ഒക്കെ കഴിക്കാറുണ്ട്, പക്ഷേ ഫസ്റ്റ് ടൈം എഗ് കുൽഫി, ചിക്കൻ കുൽഫി ഫസ്റ്റ് ടൈമാണ്. എനിവേ ഇറ്റ് ഈസ് നൈസ്. കൊള്ളാം, സൂപ്പറാ. എല്ലാത്തിലും ഉപരി ആ കുട്ടിയെ എടുക്കണ ഒരു എഫേർട്ട് ഉണ്ടല്ലോ, അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അടിപൊളിയാണ്. നമ്മള് ഇഷ്ടപ്പെട്ട് വരാറില്ല, ഇടയ്ക്കിടയ്ക്ക് വരാറ്. നല്ല ടേസ്റ്റ് ഉണ്ട്, ഇഷ്ടമായി. ആദ്യമായിട്ടാണ്, അപ്പൊ അത് കാരണം നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നല്ല ചൂട് കുൽഫി വേണ്ടവർ തൃപ്പൂണിത്തുറയിലെ കുൽഫി സ്പോട്ടിലേക്ക് വന്നാൽ മതി. ഞാനും ക്യാമറമാൻ വാഹനം കൂടി ഒരു കുൽഫി കഴിക്കാൻ പോവുകയാണ്. സൈനിങ് ഓഫ്, സൂര്യശ്രീ.